കേരളത്തിലെ ഓരോ രാഷ്ട്രീയക്കാരുടെയും പേടി സ്വപ്നമാണ്. എന്തായിരിക്കും? തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടരികെയുള്ള കന്റോൺമെന്റ് സ്റ്റേഷൻ. ഇവിടുത്തെ എഫ്ഐആറിൽ പേരില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ പോലും കേരളത്തിലില്ല. സമരം നടത്തിയാൽ ഭാവിയിൽ പണി ഉറപ്പാണ്. പോലീസിന് റിമാൻഡ് റിപ്പോർട്ട് കടുത്തതെങ്കിൽ അഴിയുമെന്ന. കാണാം നമുക്ക് കന്റോൺമെന്റ് വിശേഷങ്ങൾ. 45 വർഷത്തിലേറെയാണ് പഴക്കം. കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി വളരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കുറഞ്ഞത് 5 കേസെങ്കിലും കാണണം. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരനും ഒന്ന് വിറയ്ക്കും. സ്റ്റേഷനിലെ എഫ്ഐആറിൽ പേര് പതിഞ്ഞാൽ ഏതു പാതിരായ്ക്കും കന്റോൺമെന്റ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഏതു രാഷ്ട്രീയക്കാരുടെയും വീട്ടിലെത്തും. നോട്ടീസ് അയച്ചും ഇല്ലാതെയും പൊക്കിയെടുത്ത് സ്റ്റേഷനിലെത്തിക്കും. നമ്മൾ പ്രകടനം നടത്തിയാൽ പോലും നമുക്കെതിരെ കേസെടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വിഷയം പ്രകടനം നടത്തിയാലും അതിനകത്ത് കേസ് പ്രതിയാക്കപ്പെടും. എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കേസ് വരുന്നത് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടുമിക്ക സമരങ്ങളിലും ഞാൻ ഭാഗമായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 200-ന് മുകളിൽ കേസുകളുണ്ടാവാം. കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൂടുതലുണ്ട്. കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവരും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും മുതൽ പ്രാദേശിക പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാരവാഹികൾ വരെ സ്റ്റേഷൻ രേഖകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അല്ല, ഓരോ ദിവസവും ഇടം പിടിക്കുന്നുമുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണികളുമായി എത്തി ഉശിരോടെ മുദ്രാവാക്യം വിളിച്ച് ഇത്തിരി ബഹളമുണ്ടാക്കിയ ശേഷം പൊടിയും തട്ടി മടങ്ങുന്ന നേതാക്കളും പ്രവർത്തകരും കാത്തിരിക്കുന്ന നിയമക്കുരുക്കുകൾ എന്താണെന്ന് വൈകി മാത്രമാണ് അറിയുക. ആയിരത്തി 1997 ഒരു കോളേജ് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതി കയറുന്നുണ്ട്. പിന്നെ അതിനുശേഷം വന്ന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിനും ഇപ്പോഴും കോടതിയിൽ കയറുന്നുണ്ട്. അങ്ങനെ കേസുകളുണ്ട് എന്ന് പറയുന്നതിൽ അല്പം പോലും അഭിമാനക്കുറവൊന്നുമില്ല. കേസുകളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇനിയും സമരം ചെയ്യും. എത്ര കേസ് വന്നാലും സമരം ചെയ്യും. ജയിലിൽ കിടക്കാനും മടിയില്ല. വിവിധ വകുപ്പുകൾ ചുമത്തി ഓരോ ദിവസവും കുറഞ്ഞത് 10 കേസുകളെങ്കിലും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സമയങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കേസുകളുടെ എണ്ണവും ഇരട്ടിയിലേറെയാകും. പേരറിയാത്ത പ്രവർത്തകരെ കണ്ടാൽ അറിയാവുന്നവർ എന്ന ഗണത്തിൽപ്പെടുത്തി പോലീസ് കേസെടുക്കും. കനപ്പെട്ട വകുപ്പുകളും ചുമത്തും. സമരം നടക്കുമ്പോൾ ഇതുവഴി നടന്നുപോയവർ വരെ ചിലപ്പോഴൊക്കെ കേസുകളിൽ പ്രതിയാകും. റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ചെയ്ത കുറ്റത്തിന്റെ ആഴവും പ്രത്യാഘാതവും എന്താണെന്ന് നേതാക്കളും പ്രവർത്തകരും അറിയുക. സ്വാഭാവികമായിട്ടും പ്രകടനം നടക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് അവർ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് പ്രതികൾ ലിസ്റ്റ് ചേർക്കപ്പെടും. അത് പിന്നെയാണ് സമൻസ് വരുമ്പോൾ, കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് നമ്മൾ ഇത് കേസായെന്നുള്ള കാര്യം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമരം ഓരോ ദിവസവും കോടതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. നിരവധി സമരങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് സമരങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതും ലാത്തിച്ചാർജ് നടക്കുന്നതും ജലപീരങ്കി ഏറ്റവും കൂടുതൽ വെള്ളം ചീറ്റുന്നതും കണ്ണീർവാതക ഷെല്ലുകൾ ചിതറിത്തെറിക്കുന്നതും ബാരിക്കേഡുകൾ മറിച്ചിടുന്നതുമെല്ലാം ദാ ഇവിടെയാണ്, കന്റോൺമെന്റ് സ്റ്റേഷന്റെ പരിധിയിൽ. സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന പോലീസുകാർക്ക് ഒരു നിമിഷം പോലും വിശ്രമമില്ല എന്നതും ഈ സ്റ്റേഷന്റെ മാത്രം പ്രത്യേകതയാണ്. ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും ഒഴികെ എല്ലാ ദിവസവും കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിലുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങളുണ്ടാകും. കുറഞ്ഞത് ഒരൊറ്റയാൾ സമരമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസങ്ങൾ വിരളമാണ്. നിയമസഭ സമ്മേളിക്കുമ്പോൾ സമര പരമ്പരകളാണ്. മാർച്ചും ധർണയും ഏകദിന സമരവും സത്യാഗ്രഹവും ഒക്കെയായി പിടിപ്പത് പണിയാണ് പോലീസുകാർക്ക്. സമരക്കാരെ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടി വരുന്നത്. ഓരോ വ്യക്തിയുടെയും ചിത്രം മൊബൈലിലും വീഡിയോയിലും പകർത്തണം, ആളെണ്ണണം, ബാനർ, മുദ്രാവാക്യം, കൈകളിൽ കല്ലും കമ്പും മാരകായുധങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു സെക്കൻഡ് കണ്ണടച്ചൂടാ. സ്റ്റേഷനിലെ പോലീസുകാർ എടുക്കുന്ന കണക്കും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എടുക്കുന്ന സമരക്കാരുടെ കണക്കുകളുമായി പൊരുത്തപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം വേറെയും. സമരക്കാരെ പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ഉന്നത നേതാക്കൾ പിന്നാലെ എത്തും.
സ്റ്റേഷൻ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. മര്യാദക്കാരായ രാഷ്ട്രീയക്കാരുമുണ്ട് കേട്ടോ. കേസെടുക്കുന്നത് മാത്രമല്ല പൊല്ലാപ്പ്. കേസിൽപ്പെടുന്ന ചെറുപ്പക്കാർ വർഷങ്ങൾ കഴിഞ്ഞ് കേസ് ഒഴിവാക്കാനായി വരും. ജോലി കിട്ടുമ്പോഴാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കുള്ള ഈ മടക്കം. പിന്നെ ആ സമരം കണ്ടുപിടിച്ച് നിയമം കണ്ടെത്തി ഒഴിവാക്കണം. രാഷ്ട്രീയ നേതാക്കളുടെ വിവരാവകാശ അപേക്ഷയാണ് മറ്റൊരു പുകിൽ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ എന്ന് സംശയം വെച്ച മിക്കവാറും നേതാക്കൾ വിവരാവകാശം അപേക്ഷിക്കുന്ന പ്രധാന സ്റ്റേഷനും കന്റോൺമെന്റാണ്. കേസ് എഴുതി മടുക്കുകയാണ് കന്റോൺമെന്റിലെ പോലീസുകാർ. ഇനിയെങ്കിലും അതിനൊരു കുറവ് വരട്ടെ.